എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാ പാപ്പിയും അമ്മയും റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. രോഷി വരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകണുള്ളൂ അല്ലേ? അമ്മയും ഉണ്ണിയല്ലേ പോണ്? റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാ പാപ്പി ഒരു ബർമോടിയൊക്കെ ഇട്ട് ബനീനൊക്കെ ഇട്ട് ചുന്ദരിക്കുട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണിയായി. 5:30 ആകുമ്പോൾ നമ്മൾ പോകും. ഒരു 6-6:30 ആകുമ്പോഴേക്കും വരും. യോഷി പഠിക്കാ വേഗം വരാട്ടാ. അപ്പോൾ ഞങ്ങളിതാ ഒരു ബാഗ് മാത്രം എടുത്തിട്ടുണ്ട്. രോഷി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൽ പാപ്പിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് എപ്പോഴും എവിടെ പോകുമ്പോഴും ഇതിൽ ഒരു ജോഡി വയ്ക്കും. ചിലപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കുക എന്തെങ്കിലും ചെയ്ത ഡ്രസ്സ് തന്നെ വേണ്ട, ഒരു പാൻറ്റും ഒരു ബനിയനും എടുത്ത് വയ്ക്കും. പിന്നെ ഒന്നുമില്ല, ഫോണും ബാഗിൽ വയ്ക്കും. അങ്ങനെ ഞങ്ങൾ പോകും. പറയാ തമ്പാട്ടിനെ കാണാൻ പോണു പറയേ. പാപ്പിൻ്റെ കണ്ണാടി എവിടെ? കണ്ണാടിയും വെച്ച് കൊടുത്തിട്ട് വേണം പോവാൻ. ഉണ്ണി ബാഗൊക്കെ പിടിക്കൂല്ലേ? അതൊക്കെ ഉണ്ണി ബാഗും കൊണ്ട് ഇരിക്കുകയാണ്. ബാഗൊക്കെ തൂക്ക്. കൈ കാണിക്ക്, ബാഗ് തൂക്ക്, കൈ ഇതിൻ്റെ ഉള്ളിലിട്. ഇട്ടോ. അച്ഛനും ഇല്ല രോഷിയും ഇല്ല, അമ്മയും പാപ്പിയും മാത്രം ടാറ്റ പോകണം. അച്ഛനും രോഷിനെയും കൂട്ടാതെ അമ്മയും പാപ്പിയും ടാറ്റ പോയി. ഉണ്ണി അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് എന്തൊക്കെയൊക്കെയോ എടുക്കുകയാണ്. ഉണ്ണി ബാഗിൻ്റെ ഉള്ളിലാണ് കൈയിട്ടിരിക്കണത്. കൈയെടുത്തു അല്ലേ? അല്ലേ പാപ്പി? ബാഗൊക്കെ തൂക്കിയിട്ട് ഞങ്ങൾ ടാറ്റ പോവാണ്. ടാറ്റ പോവാണ് പറഞ്ഞപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിയിട്ട് ഇരിക്കണത്. സുഖമായി. എന്ത്? ഓ എന്താണ്? ഓ ചേച്ചി നീ എനിക്ക് പാട്ട് പാട്. ബാഗ് ഇതെന്താ ഉണ്ണി? ഇത് ബാഗ് എവിടെ? ഉണ്ണിൻ്റെ ബാഗ് എവിടെ? വായിലിടാതെ, അപ്പി കുട്ടികളല്ലേ വായിലിടുന്ന അല്ലേ? അപ്പോൾ രോഷിയും ഇല്ല അച്ഛനും ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ലേ പോകണത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോന്നൊന്നും ഇതാണ് അമ്പലം. ഇതിൻ്റെ ഉള്ളിലാണ് ശിവക്ഷേത്രം. ഇത് ഫ്രണ്ടിലൊരു ഭാഗമാണ്. ഇവിടെ നിറയ്ക്കൽ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ പോയി തൊഴുതി വന്ന ശേഷം പറന്നിറക്കൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാപ്പിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇവരാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ സമയത്ത് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ അവളുടെ കൈ കൊണ്ട് വേഗം 3 പ്രാവശ്യം എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കില്ലല്ലോ, ഒരു ഭാഗത്ത് ചെറുതായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി നമുക്ക് പ്രശ്നമില്ല, നിൽക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കാലിൽ തന്നെ ഉള്ള ബാലൻസ് ചെയ്തിട്ട് കൈ കൊണ്ട് എടുത്തിടേണ്ട ഒരു ഇതായി. പിന്നെ 3 പ്രാവശ്യം വാങ്ങിച്ചിട്ടപ്പോൾ നമ്മുടെ കൂടെ വന്ന ഒരു പാപ്പിയെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത്. അടുത്തുള്ള ശിവരാത്രി ആകുമ്പോഴേക്കും നമ്മുടെ പാപ്പിക്കുട്ടി ഇങ്ങനെ നിറയ്ക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഭഗവാനോടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു പുണ്യമായി തീരട്ടെ ഈ ഒരു വരവെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് ഈ അമ്പലത്തിൽ വരണം എന്നുള്ളത്. ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് കാണണമെന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ വരവ്. ഭഗവാനെ കാണാനുള്ള ഈ വരവ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പോകണമെന്ന് പറഞ്ഞപ്പോൾ ശരി നിങ്ങൾ കൂടി വരണമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാണാൻ പറ്റിയാലും ഇതിൻ്റെ വിഗ്രഹം വന്നിട്ട് സ്ഫടികത്തിൻ്റെയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു അമ്പലമാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾക്ക് ഈ അമ്പലത്തെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് അവിടുത്തെ ഒരു തിരുമേനിയോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് 100 നൂറ്റാണ്ട് പഴക്കമുണ്ടായിരുന്നു. ആദ്യം വെറും ഒരു സാധാരണ ഒരു അമ്പലമായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ 3 നില ആയ ഒരു അമ്പലമായി കെട്ടി. പണി ഇപ്പോഴും തീർന്നിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പണി നടന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
സ്ഫടിക വിഗ്രഹം ഓടുകൊണ്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അമ്പലം മുഴുവനും ഓടുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 12 വർഷം തൊട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ട് വരികയാണ്. അവിടുത്തെ പരിസരം മൊത്തം ഈ അമ്പലത്തിൻ്റെ ദോഷം കാരണം ഇങ്ങനെ ഓരോ മരണങ്ങളും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രാശി വെച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ അമ്പലം കെട്ടി പൂർത്തിയാക്കിയാൽ മാത്രമേ നല്ലൊരു ഇത് ഉണ്ടാവുകയുള്ളൂ എന്ന് രാശി വെച്ച് പറഞ്ഞു. അതിനുശേഷമാണ് അവർ തുടങ്ങിയത്. പിരിവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെയും ഇതേപോലെ നമ്മൾ ഇരിക്കുന്ന ശിവരാത്രിൻ്റെ ഒരു 10 ദിവസം മുന്നേ തന്നെ പിരിവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ അമ്പലത്തെക്കുറിച്ച് നമ്മൾ അപ്പോഴാണ് കേട്ടോ കൂടുതൽ അവരുടെ അടുത്ത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വാവയും കൊണ്ട് ഒരു ദിവസം വരൂ, എന്നിട്ട് അവിടെ വന്ന് തൊഴുതിയിട്ടൊന്ന് പോകണം, നല്ല ശക്തിയുള്ള ദൈവമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് അവിടെയുള്ള ആളുകൾക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ വന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വീടുകളിൽ നിന്നും ഇങ്ങനെ പിരിവിനൊക്കെ പോകും അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, ശിവരാത്രി ദിവസം എങ്ങനെയെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സമയമാകുമ്പോൾ നമ്മൾക്ക് അവർ പോകുന്നുണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ പോകാൻ പറ്റി. രോഷിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. പിന്നെ ഞാനും പാപ്പിയും കൂടി പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നു. ഭഗവാനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇവരില്ലാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വണ്ടിയിൽ പോയതുകൊണ്ട് അവിടെ അമ്പലത്തിലിറങ്ങി അവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനും എല്ലാം പറ്റി. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിലത്തെ ഇതാണ് കേട്ടോ. വീട്ടിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വൈകുന്നേരം വരുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ഒരു ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് പതിവ്. അത് നോക്കിക്കൊണ്ട് നമ്മുടെ പാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇന്ന് വാങ്ങിച്ചിട്ട് വന്നത് മുന്തിരിൻ്റെ ഒരു ജ്യൂസായിരുന്നു. അത് കഴിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്കൊന്നും ആദ്യം ഇഷ്ടമായില്ല. ഒരു പഞ്ചസാരൻ്റെ ഒരു മധുരം മുന്നിൽ നിൽക്കണം, അതുകൊണ്ട് അത്രയ്ക്ക് ടേസ്റ്റായിട്ട് തോന്നിയില്ല. പാപ്പിയാണെങ്കിൽ ഭയങ്കര ഒടുക്കത്തെ റിയാക്ഷനൊക്കെ ആയിരുന്നു. ആദ്യം വേണമെന്ന് ആ ചെറിയൊരു തണുപ്പ് കണ്ടപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളല്ലേ, തണുപ്പ് കണ്ടപ്പോഴൊക്കെ കുടിക്കാൻ വേണം തോന്നുന്നു. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ച് തരുന്നുണ്ട്. അച്ഛനും ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും പിന്നെ കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല. 3 പേർക്ക് 3 വാങ്ങിച്ചിട്ട് വന്നു. പക്ഷെ ഞങ്ങൾ ഒരെണ്ണം ഞാനും പാപ്പിയും കൂടി ഒരെണ്ണം എടുത്തു, രോഷി ഒരെണ്ണം എടുത്തു. പക്ഷെ അത് ഫുള്ളായിട്ടും കുടിച്ചു തീർക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഒരു ഇത് തോന്നിയില്ല. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലടിച്ചാൽ കൂടി ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഭയങ്കര ഒരു പഞ്ചസാരൻ്റെ ഒരു ഇത് ഇനി വാങ്ങിക്കില്ല. പിന്നെ ബലൂണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ബലൂൺ വാങ്ങിച്ചു. അത് വാവൻ്റെ ബലൂൺ കൂടിയായിരുന്നു. അവരിവിടെ പാപ്പിയെ കൊണ്ട് വിടാൻ വന്നപ്പോൾ ആ ബലൂണും കൂടി ഇറങ്ങി. അത് ഇവിടെ അവർ മറന്നു വെച്ചിട്ട് പോയി. പാപ്പിയുടെ ബലൂണ് പിന്നെ പാപ്പി താഴെ വെക്കണില്ല, കളിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. കളിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവളെ ആദ്യമൊക്കെ ബോളെടുത്ത് ബാക്കിലേക്കാണ് എറിയുക. എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കൊടുത്താൽ ഫ്രണ്ടിലേക്ക് എറിയാൻ ഇങ്ങനെ കിട്ടില്ല, ബാക്കിലേക്ക് തൂക്കി എറിയുക ചെയ്യണത്. പക്ഷേ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് തൂക്കിയിടാൻ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഓരോരോ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല നമ്മൾ എന്താ പറയുക, ഒരു കുറച്ച് അമ്പലങ്ങളിലാണെങ്കിലും പോകാൻ സാധിച്ചതിൽ ഒരുപാട് ഭഗവാനോടും ദേവിയോടും എല്ലാം അവരുടെ അടുത്തും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മൾ ഗുരുവായൂർ പോകാനും കൊടുങ്ങല്ലൂർ പോകാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അതെല്ലാം പോകാൻ പറ്റി. അവരുടെ എല്ലാ അനുഗ്രഹം കൊണ്ടായിരിക്കാം പാപ്പിക്കുട്ടിക്ക് ഇത്രയെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവളെ തിരിച്ച് തല്ലാനും എല്ലാത്തിനും അറിയണ്ട. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ആ ജ്യൂസ് കുടിച്ച് തീർത്തു. 20 രൂപ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, കളയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഞാൻ അങ്ങനെ പതുക്കെ കുടിച്ച് തീർത്തു. ഓരോരോ ആൾക്കാർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ട ഞാൻ പിന്നെ കുടിക്കാമെന്ന് പറയല്ലാണ്ട് അവർ വേണമെന്ന് പറയണ ഒരു ഇതും കണ്ടില്ല. എങ്ങനെയൊക്കെയോ കുടിച്ച് തീർത്തെന്ന് പറയുക. എന്തായാലും ചിലപ്പോൾ നമ്മളിങ്ങനെ ജ്യൂസ് കുടിക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഇഷ്ടപ്പെടാത്ത, അത് വേറൊരു കാര്യം. ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് വ്യത്യാസമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയാണല്ലോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ വാങ്ങിച്ച് കുടിക്കാം കേട്ടോ. എന്തായാലും
അപ്പോൾ പാപ്പി ബോളും കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആളാണ്. അച്ഛൻ വന്ന സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അച്ഛനൊക്കെ മേലൊക്കെ കഴുകി വന്നിട്ട് വേണം പാപ്പിനെയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് പോകുള്ളൂ. വന്ന് ആദ്യം എടുത്ത് മടിയിലൊക്കെ വയ്ക്കും. അപ്പോൾ ഞാൻ നിന്നെ അച്ഛനൊന്നും എടുക്കില്ലല്ലോ പറഞ്ഞപ്പോൾ എന്നെ വന്ന് തല്ലും പിച്ചും ഒക്കെ ചെയ്തു. അച്ഛൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കത് രസിച്ചില്ല. അപ്പോൾ എന്നെ തല്ലാനൊക്കെ നിൽക്കണ്ടായിരുന്നു. തല്ലാൻ നിൽക്കുകയല്ല, തല്ലും പിച്ചും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാനില്ല പാപ്പി നിൻ്റെ അടുത്ത് വഴക്കിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾ കേൾക്കുന്നില്ല എന്നതാണ് സത്യം. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തന്നെയാണല്ലേ. നമ്മളിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു 2 സെക്കൻഡാണെങ്കിലും നമ്മുടെ സങ്കടങ്ങളെല്ലാം മറന്ന് അതിലേക്ക് നമ്മുടെ ആവശ്യം എന്തോ അതിലേക്ക് മാത്രമായിരിക്കും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു സമാധാനം കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവർ പോകുമ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, നിങ്ങൾ റെഡി ആയിരുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേഗം പണിയെല്ലാം കഴിഞ്ഞ് അലക്കൽ കുളിക്കൽ നനയ്ക്കൽ പറഞ്ഞ പോലെ അടിക്കൽ തുടയ്ക്കൽ അങ്ങനെ സകല പണിയും കഴിഞ്ഞ് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണവും വെച്ചിട്ട് നമ്മൾ പോയത്. വൈകുന്നേരത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിക്കൻ എടുത്തതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എന്തായാലും വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ വെക്കാൻ പറ്റിയില്ല. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ചിക്കൻ കഴിക്കേണ്ട, അതും ശിവരാത്രി ആയിട്ടെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല കേട്ടോ. സാമ്പാർ തന്നെയാണ് വെച്ചത്. ഇനിയിപ്പോൾ നാളെ രാവിലെ അത് വെച്ച് കൊടുക്കണം. രോഷിക്ക് ചിക്കൻ ഇപ്പോൾ വറുത്ത് കൊടുത്താലൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് രോഷിക്ക് ചെയ്ത് കൊടുക്കണം. പാപ്പിക്ക് മീൻ ഉണ്ടായിരുന്നു, മീൻ വറുത്ത് വെച്ചതുണ്ടായിരുന്നു. പാപ്പിക്ക് മാത്രം മീൻ കൊടുക്കും വൈകുന്നേരത്തേക്ക്. സാമ്പാറും അതൊക്കെ വെച്ച് കറി അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നത്. അപ്പോൾ പോയി വന്നപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഈ സമയങ്ങളിലൊക്കെ ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. പണിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാപ്പിൻ്റെ കൂടെ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബോളും പിടിച്ച് ഞാനും പാപ്പിയും കൂടി ഇരുന്ന് കളി തുടങ്ങി. അത് കണ്ട് അസൂയ കൊണ്ട് രോഷി അവിടെ ഇരുന്നിട്ട് അമ്മയും പാപ്പിയും കളിക്കാൻ പ്രായം ആവണേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ സന്തോഷത്തിൽ നമുക്ക് ആ ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ആൾ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ല ബോളൊക്കെ ഫ്രണ്ടിലേക്ക് എറിയാൻ പഠിച്ചു എന്ന് കണ്ടില്ല. അല്ലെങ്കിൽ ബാക്കിലേക്ക് എറിയും. അപ്പോൾ ഫ്രണ്ടിലേക്ക് നന്നായി തട്ടി വിടേണ്ടത് താഴെ വീണിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കണ്ടാൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ട. പക്ഷെ പുറത്ത് പോകുമ്പോൾ അവൾക്ക് ഒരു വാശിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മിണ്ടാതിരിക്കും. പിന്നെ അവിടെ അമ്പലത്തിൽ അത്ര വലിയ തിരക്ക് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വൈകുന്നേരത്താണ് നല്ല പരിപാടി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നേരം എന്താ പറയുക വെളുക്കോളം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ നമ്മൾ പാപ്പിയെ കൊണ്ട് പോയതുകൊണ്ട് നമുക്ക് അധികം നേരം ഇരിക്കാനും പറ്റില്ല. അതുമാത്രമല്ല രോഷി വീട്ടിൽ ഒറ്റയ്ക്കുമാണ്, അച്ഛൻ വരാനും വൈകുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒരു മണിക്കൂർ പോലെ നിന്നു. ഒരു 5:45 പോയിട്ട് നമ്മൾ 7 മണി ആകുന്നതിൻ്റെ മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോകണം. ഒരുപാട് പിന്നെയും വീണ്ടും പറയണം. ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റിയതിന്. ആ ഫാമിലിക്കും ആ മോൾക്കും ഒക്കെ നല്ലത് മാത്രം വരട്ടെ. അവരും ട്രീറ്റ്മെൻറ്റിലാണ്. വാവ വന്നിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് അസൂയ കൊണ്ട് ഞാനും പാപ്പിയും കളിക്കാൻ നിങ്ങൾ കളിച്ചതൊക്കെ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പാപ്പി കളീൻ്റെ രാത്രി ഇല്ലായപ്പോൾ എന്നെ വീണ്ടും കളിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വരുന്നില്ല പാപ്പി, നീ കളിച്ചോ എന്ന് പറയുന്നുണ്ട്. പാപ്പിനെ ഞാൻ തല്ലാൻ നോക്കുകയല്ല, ഇതിപ്പോൾ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. അവളെ വാശി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അടിക്കും പോലെ കാണിക്കും. അവൾ കറക്റ്റായിട്ട് എന്നെ തല്ലണമുണ്ട് കേട്ടോ. വീഡിയോ ഇത്തിരി സ്പീഡാക്കിയിട്ട് റണ്ണിങ് കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവളെ നന്നായി ഞാൻ അടിക്കാൻ പോകുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ അടിക്കുന്നില്ല, വെറുതെ അവളെ വാശി പിടിപ്പിക്കാൻ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആരും തെറ്റായിട്ട് വിചാരിക്കല്ലേ. അപ്പോൾ പാപ്പി ഭയങ്കര ഉഷാറായി. അമ്പലത്തിൽ പോയി വന്ന ശേഷം ഭയങ്കര ഹാപ്പി അയാൾ. ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഒക്കെയാണ് ആൾക്ക്. പുറത്ത് പോകണമെന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ഓരോ യാത്ര കിട്ടുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇല്ല പോണില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കില്ല. എന്താ വെച്ചാൽ അവളുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ആര് വിളിച്ചാലും വേഗം കൂടെ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾക്കും എപ്പോഴെങ്കിലും ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ച് എൻ്റെ പാപ്പിനെ ലോകം മുഴുവനും കാണിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്തായാലും ദൈവം ആഗ്രഹം സാധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോടും എല്ലാം പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്ക് ചേച്ചിക്ക് ഇട്ടരോ പ്ലീസ്. എന്തോ ഭാഗ്യക്കുറിയാണ്. നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് വന്നിട്ട് കൊറേ കാലമായി നീ. കട കടാന്ന് ചിരിക്കണില്ലല്ലോ. ആ അവളുടെ കടകട ചിരിക്കേണ്ട സ്ഥലം കണ്ടുപിടിച്ചു. തന്നെയാണ് ഞാൻ പോണു. ബൈ. വഴക്കാളി വന്നു. ബംഗാളിയല്ല വഴക്കാളി. വഴക്കാളി വന്നു. ബൈ. ഞാൻ പോണു. ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഇവിടെ മുഴുവൻ നിന്ന് കൂവാൻ ബാ. കളി തിരക്കായി. ബോള് താന്ന് അച്ഛനിട്ട് കൊടുക്ക്. ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ വാങ്ങിച്ചിട്ട് വന്ന ബോളാണ്. ഡിഷോ പറ പാപ്പി. അച്ഛനൊരു ഏറ് കൊടുക്ക് പാപ്പി ബോളും കൊണ്ട്. അതാ ഈ ബോള് ഭയങ്കര അനുസരണമുള്ള ബോളാ. ഇങ്ങോട്ട് പോലെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും. അപ്പോ എന്താ ദൂരത്തേക്ക് എറിയാൻ തുടങ്ങി പാപ്പി. അല്ലെങ്കിൽ ബാക്കിലേക്കാണ് അറിയണത്. ഇപ്പൊ ഫ്രണ്ടിലേക്ക് എറിയാൻ തുടങ്ങി. അതാ അപ്പോ പാപ്പി എറി ബോളെറി. പാപ്പിക്ക് അച്ഛനെ വിശ്വാസമില്ല. ബോൾ എറിഞ്ഞിട്ട് ആ ബോളും കൊണ്ട് എങ്ങാനും അച്ഛൻ ഇറങ്ങി ഓടിയാ പിന്നെ അവൾക്ക് ബോള് കിട്ടില്ലല്ലോ. അതാണ് അവൾ എറിയാൻ ഇത്ര വൈകുന്നത്. മോഷ്ടിക്കരുതെന്ന് പറയും. അച്ഛന് ശബ്ദം പുറത്ത് വരുന്നുണ്ട്. അങ്ങോട്ട് പറയാ ചേട്ടി അച്ഛാ അച്ഛൻ ഇതുപോലെ ചെറുപ്പത്തിൽ എന്നെ കളിപ്പിച്ചിട്ടുണ്ട്. അച്ഛാ ടിഷോ ടിഷോ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ അധികം എടുത്തിട്ടില്ല. അതിനെ പാപ്പി ജനിച്ചപ്പോ തൊട്ട് അവളിനെ എടുക്കുന്നത് അച്ഛനാണ്. പാപ്പി ബോൾ എറിഞ്ഞു കൊടുക്ക്. അവള് എറിഞ്ഞു കൊടുക്കണില്ല. എന്നുള്ള ചിരി. പാപ്പിക്കുട്ടിയെ ബോൾ എറിഞ്ഞു കൊടുക്ക്. ബോൾ എറിഞ്ഞു കൊടുക്ക്. എറിഞ്ഞു കൊടുക്ക. അച്ഛൻ കൊണ്ടുപോവില്ല. ഞാൻ ഡിഷോ എറിഞ്ഞു കൊടുക്ക്. രണ്ട് കൈയും കൊണ്ട് എടുത്തെറി. ഡിഷോ ഇപ്പൊ എറി. ആ പറ്റും. ആ കൊടുക്ക്. കുരുന്നരി മോഷ്ടിക്കരുത്. കുരുന്നരി മോഷ്ടിക്കേ ചെയ്യരുത്. അപ്പൊ അച്ഛൻ നിങ്ങളത് പറയാൻ വൈകി പോയിരിക്കുന്നു. ഞാൻ അപ്പോ പാപ്പി നിനക്ക് ബോൾ ഇഷ്ടമാണ് പാപ്പി? എല്ലാത്തിനും എല്ലാത്തിനും പ്രതീക്ഷിക്കാവുന്ന ഒരു ഉത്തരം പുഞ്ചിരി. പുഞ്ചിരി ക്ലബ്. അയ്യോ അപ്പോ Hey.